പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗ്ഗത്തിൽ ദൈവമിടയാക്കിയതിനായി കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു. ദൈവവചനത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് അത് എൻ്റെ ഹൃദയത്തിൽ അത് കൊണ്ട് നടക്കുമ്പോഴല്ല, ഞാനത് പറയുമ്പോൾ അതിന്റെ ശക്തി വെളിപ്പെടുന്നത് ഞാൻ എത്രത്തോളം ദൈവവചനം പഠിച്ചു, മനസ്സിലാക്കി, എത്രത്തോളം വചനത്തെ തിരിച്ചറിഞ്ഞു എന്നതിലല്ല. ഞാൻ എത്രത്തോളം വചനത്തെ വിശ്വസിക്കുന്നു, ഞാൻ എത്രത്തോളം വചനത്തെ പറയുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ. ഞാൻ പറയുമ്പോൾ അതിനെ ദൈവം സൃഷ്ടിക്കും. അപ്പൊ ഞാൻ വചനം കേട്ടു, ഞാൻ പഠിച്ചു, മനസ്സിലാക്കി. എനിക്ക് നന്നായിട്ട് ബൈബിൾ അറിയാം, ഒരുപാട് വാക്യങ്ങൾ അറിയാം. പക്ഷെ അവിടെ അല്ല ആ വചനത്തിന്റെ മനോഹാരിത ഇരിക്കുന്നത്. വചനത്തിന്റെ മനോഹാരിത ഇരിക്കുന്നത് നാം അറിഞ്ഞ വചനത്തെ പറയുമ്പോൾ. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും ചെയ്യും എന്ന് യേശു പറഞ്ഞപ്പോ പൗലോസ് റോമാലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ 9-10 വാക്യത്തിൽ പറയുകയാണ്, യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. അപ്പൊ അവിടെ നമ്മുടെ വാക്കുകൾ ആണ് നമ്മുടെ രക്ഷയ്ക്ക്. വിശ്വസിക്കുക, പറയുക. അപ്പൊ നമുക്കത് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ വാക്കുകൾ കൃപയാൽ രുചി വരുത്തിയതായിരിക്കും, ഉപ്പിനാൽ രുചി വരുത്തിയതായിക്കോട്ടെ. എന്തിനാ? മറ്റുള്ളവർക്ക്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടത്. ഓ പ്രൈസ് ഗാഡ്. അപ്പൊ ആ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ കൃപയോടുകൂടിയതായിരിക്കണം, ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വലിയ പ്രവൃത്തികളെ നാം അതിൻ്റെതായ നിലയിൽ തന്നെ കാണുമ്പോൾ, ആ ദൈവവചനത്തെ നമ്മൾക്ക് ഏത് നിലയിൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതേ ലെവലിൽ നമ്മൾ കാണുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. അത് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റും. അപ്പൊ നമ്മൾ ഈ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യും. ദൈവവചനം നമ്മൾ പറയാത്തിടത്തോളം ദൈവവചനം ശക്തിയുള്ളതല്ല. നമ്മൾ പറയുമ്പോഴാണ് ദൈവവചനത്തിന് ശക്തി വെളിപ്പെടുന്നത്, പുറപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കർത്താവ് നിങ്ങളുടെ അകത്ത് തന്ന ദർശനത്തെ നിങ്ങൾ പറയണം. നിങ്ങൾ പറയണം. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് രക്ഷയ്ക്കായി നിങ്ങൾ വിശ്വസിക്കണം, നീതിക്കായിട്ട് ഏറ്റു പറയണം. നിങ്ങൾ പറയുമ്പോൾ അത് സംഭവിക്കും. അതെ, പറയാൻ പറ്റുമോ? ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് വസിക്കുക. ഐ എം ഇൻ ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് ഈസ് ഇൻ മീ, വി ആർ വൺ. ഞാൻ ക്രിസ്തുവിലാണ്, ക്രിസ്തു എന്നിലാണ്, ഞങ്ങൾ ഒന്നായിരിക്കുകയാണ്. വചനം ഇങ്ങനെയാ പറയുന്നത്, അവനോട് പറ്റിച്ചേർന്നിരിക്കുന്നവൻ, കർത്താവിനോട് പറ്റിച്ചേർന്ന് അവനുമായിട്ട് ഏകാത്മാവ്. ആ ഏകാത്മാവിൽ എന്നൊരു ബോധ്യത്തോടെ നമുക്ക് പറയാൻ സാധിക്കുമോ? ക്രിസ്തുവിൽ ഞാൻ തികവുള്ളവനാണ്, സാമ്പത്തികമായി ഞാൻ സമൃദ്ധിയുള്ളവനാണ്, ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണ നിത്യജീവനുള്ളവനാണ്, ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ക്രിസ്തുവിൽ ഞാൻ ശക്തനാണ്, ക്രിസ്തുവിൽ ഇൻ ക്രൈസ്റ്റ്. അതായത് ഈ ക്രിസ്തുവേശുവിൽ നമ്മളെ തിരിച്ചറിയുന്നതോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറവുകളും ബലഹീനതകളും പറഞ്ഞ് കഴിഞ്ഞ കാലമൊക്കെ തീരും. നമ്മള് കർത്താവിൽ വിശ്വാസത്തോടെ കാര്യങ്ങളെ പ്രഖ്യാപിക്കും. നമ്മുടെ ജീവിതത്തിൽ നാം പറയുന്ന വാക്കുകൾ അതുപോലെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് നമ്മുടെ ഉള്ളിലിട്ടിരിക്കുന്ന വചനത്തെ നമ്മൾ ഏറ്റുപറയണം. സാഹചര്യങ്ങളോട് പറയണം, നമ്മളോട് പറയണം, നമ്മുടെ കുടുംബത്തോട് പറയണം, നമ്മുടെ തലമുറയോട് പറയണം, നമ്മുടെ സാഹചര്യങ്ങളോട് പറയണം. അത് നമ്മളെ ഒടുക്കി, നമ്മളെ ഞെരുക്കി വെക്കാൻ അനുവദിക്കരുത്, നമ്മളെ തകർത്തു വെക്കാൻ അനുവദിക്കരുത്. പ്രൈസ് ഗോഡ്. നമ്മൾ വിളിച്ചു പറയണം, സാഹചര്യങ്ങളോട് പറയണം, അവസ്ഥകളോട് പറയണം. നമ്മൾ പറയുന്ന വാക്ക് അതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കും, ക്രിയ ചെയ്യും. ഒരു സംശയമില്ല കാര്യത്തിൽ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് അറിയാം, ദൈവവചനത്തില് എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മളൊരു വാക്യം കാണുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്ന സംഭവം ഇങ്ങനെയാണ്. അതായത് പ്രവാചകനെ ആത്മാവ് കൊണ്ടുപോയി ഒരു വലിയ താഴ്വരയിൽ നിർത്തി. എഹെസ്കേൽ പ്രവാചക പുസ്തകം 37-ാം അധ്യായത്തിലാണ് നമ്മളിത് കാണുന്നത്. 1-ാം വാക്യം, യഹോവയുടെ കൈ എന്റെ മേൽ വന്നു,
യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അപ്പൊ അവിടെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു താഴ്വര. അവിടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനെ എടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയി നിർത്തി. അവിടെ എത്തിയവനായ പ്രവാചകൻ അവിടെ നിൽക്കുന്ന സ്ഥലം അത്ര സുരക്ഷിതമോ സന്തോഷം നൽകുന്ന ഒന്നുമല്ല. ഈ ഉണങ്ങിയ അസ്ഥികൾ കിടക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ് സന്തോഷം ഉണ്ടാകും? ഉണങ്ങിയ അസ്ഥികളുള്ള സ്ഥലത്ത് സന്തോഷത്തിന്റെ വകയുണ്ട്. പക്ഷെ വചനം പറയുന്നത് ആത്മാവ് അവിടെ എന്നെ ചുറ്റി നടക്കുമാറാക്കി. നമുക്കറിയാം പത്രോസിനെ നിഴല് തട്ടിയപ്പോ രോഗികൾ സൗഖ്യമായത്. ഇവിടെ ഈ പ്രവാചകൻ അതിൽ നടക്കുമ്പോൾ ആ അസ്ഥികൾക്ക് ഒരു അനക്കമൊക്കെ ഉണ്ടാകാമായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അവിടെ വചനം എങ്ങനെ പറയുന്നത്? അവിടെ ചുറ്റി നടക്കുമാറാക്കി. അത് രണ്ട് കാര്യമാണ് അവയെക്കുറിച്ച്. അസ്ഥികളുടെ പ്രത്യേകത രണ്ട് കാര്യമാണ് രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞത്. ഒന്ന്, അത് ഉണങ്ങിയതായിരുന്നു. രണ്ട്, അത് എണ്ണത്തിൽ ധാരാളം ഉണ്ടായിരുന്നു. രണ്ട് കാര്യം അവിടെ പറയുന്നത്. അവ ഏറ്റവും അധികമായിരുന്നു. എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അപ്പൊ അവിടെ ആ ഒരു സിറ്റുവേഷനിൽ അവിടെ നിൽക്കുമ്പോൾ ദൈവം പ്രവാചകനോട് ചോദിക്കുക, ഈ അസ്ഥികൾ ജീവിക്കുമോ? ദൈവം ചോദിക്കുക. അപ്പൊ അവിടെ ദൈവത്തിന് ഈ അസ്ഥികളെ ജീവിപ്പിക്കാൻ കഴിയും. പക്ഷെ പ്രവാചകന്റെ മറുപടിയോട് ചേർന്നാണ് ദൈവത്തിന്റെ പ്രവൃത്തി. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലെല്ലാം ദൈവത്തിന് അസാധാരണമായ കാര്യങ്ങളെ ചെയ്യാൻ സാധിക്കും. പക്ഷേ കർത്താവ് നമ്മുടെ വാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇവിടെ നമ്മുടെ വാക്കുകളുടെ അധികാരം ചെറുത്. പത്രോസ് ഒരിക്കൽ യേശുവിനോട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. വളരെ ശരിയായ ശക്തമായ ഒരു ഏറ്റുപറച്ചിൽ. അതിനപ്പുറം വലിയൊരു ഏറ്റുപറച്ചിലില്ല. യേശുവിനെ ക്രിസ്തു എന്ന് ഏറ്റു പറയുന്നതിന് അധികമായ വേറൊരു ഏറ്റുപറച്ചിലില്ല. അങ്ങനെ ഏറ്റു പറഞ്ഞപ്പോ അവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, നിനക്ക് ഞാൻ സ്വർഗത്തിന്റെ താക്കോൽ നിന്റെ കയ്യിൽ തരിക, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിന്റെ കയ്യിൽ തരിക. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ കഴിയും. അപ്പോഴ് പത്രോസിനോട് പറയുക, നീ പറഞ്ഞ പ്രഖ്യാപനം പോലെ തന്നെ ശക്തമാണ് നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൾ. ഈ ഭൂമിയിൽ നീ പറയുന്നത് സ്വർഗത്തിൽ സംഭവിക്കും. ഈ ഭൂമിയിൽ നീ പറയുന്ന കാര്യങ്ങൾ സ്വർഗത്തിൽ സംഭവിക്കും. പ്രൈസ് ഗാഡ്. ഇത് എത്ര മനോഹരമായത്, എത്ര ശക്തമേറിയൊരു വാക്കായത്. ആമേൻ. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ മറക്കരുത്, നിങ്ങൾ യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ നാവിന് സ്വർഗത്തെ ചലിപ്പിക്കാൻ നിങ്ങളുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് കഴിയും. ചെറിയ കാര്യമല്ല, ചെറിയൊരു കാര്യമല്ല. ആമേൻ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, പ്രവാചകനോട് കർത്താവ് ചോദിക്കുക, ഈ അസ്ഥികൾ ജീവിക്കുമോ? ജീവിക്കണമെങ്കിൽ നീ പറയണം. അവിടെ പ്രവാചകന്റെ മറുപടി അതൊന്നും ആയിരുന്നില്ല. പ്രവാചകൻ പറഞ്ഞത്, അത് എനിക്കറിയില്ല, അങ്ങേക്കറിയാം. അതായിരുന്നു പ്രവാചകന്റെ മറുപടി. പക്ഷേ 4-ാമത്തെ വാക്യം, യെഹെസ്കേൽ പ്രവാചന പുസ്തകം 37:4, അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. എത്ര മനോഹരമായിട്ടാ ഇവിടെ പരിശുദ്ധാത്മാവ് ഈ സംഭവത്തെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, വിവരിച്ചിരിക്കുന്നത്. ഈ അസ്ഥികളോട് പറയണം. പറയുന്നത് നീയാ, പക്ഷെ യഹോവയുടെ വാക്കാ പറയുന്നത്. പ്രൈസ് ഗാഡ്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങൾ നിൽക്കുന്ന ചുറ്റുപാടുകളോടല്ല ദൈവത്തിന് സംസാരിക്കാനുള്ളത്, നിങ്ങളോടാണ്. നിങ്ങൾ ദൈവശബ്ദം, ദൈവവചനത്തെ നിങ്ങൾ കേൾക്കുമെങ്കിൽ നിങ്ങൾ പറയുന്ന വചനത്തെ നിങ്ങളുടെ ചുറ്റുപാടുകൾ കേൾക്കും. ആമേൻ. അതായത് അതിനെ കുറച്ചുകൂടെ വിശദമായി പറയാൻ ഞാൻ ശ്രമിക്കാം. നിങ്ങൾ ദൈവം പറഞ്ഞ വാക്കിനെ വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ വാക്ക് പറയുന്നതെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കിനെ
നിങ്ങളുടെ ചുറ്റുപാടുകൾ അനുസരിക്കും. അതായത് നിങ്ങൾ അവന്റെ വചനത്തെ വിശ്വസിക്കുക, ദൈവവചനത്തെ വിശ്വസിക്കുന്ന നിങ്ങളുടെ വചനത്തെ നിങ്ങളുടെ ചുറ്റുപാടുകൾ അനുസരിക്കും. പറയാൻ പറ്റുമോ? ഐ ആം പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിൽ തികഞ്ഞവനാണ്. ഞാൻ ക്രിസ്തുവിൽ ആമേൻ സമൃദ്ധിയിലാണ്. ഞാൻ ക്രിസ്തുവിൽ പൂർണ്ണ ആരോഗ്യവാനാണ്. ക്രിസ്തുവിൽ പൂർണ്ണ നീതിമാനാണ്. ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവനാണ്. ക്രിസ്തുവിൽ ആമേൻ ഞാൻ വിശുദ്ധിയിലാണ്. ഞാൻ ക്രിസ്തുവിൽ തികഞ്ഞവനാണ്. എല്ലാ മേഖലകളിലും സമൃദ്ധിയില്, എല്ലാ മേഖലകളിലും സന്തോഷത്തില്, ദൈവകൃപയില്, താഴ്മയില്, സ്നേഹത്തില്, ബന്ധങ്ങളില് ഐ ആം പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. ഐ ആം പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇവിടെ വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 5-ാം വാക്യം, യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ശ്വാസം വരുത്തും. കർത്താവ് ആദ്യം പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞാൻ നിങ്ങൾക്ക് ശ്വാസം വരുത്തും. ജീവിക്കേണ്ടതിന് ശ്വാസം വരുത്തും. ഇത് ആദ്യം പറഞ്ഞ വാക്കിതാ, ശ്വാസം വരുത്തും. പക്ഷേ വചനം ഇങ്ങനെയാണ് പറയുന്നത്, 7-ാമത്തെ വാക്യം, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ഇടിമുഴക്കമുണ്ടായി, ഒരു മുഴക്കമുണ്ടായി. അപ്പോൾ അവയുടെ മേൽ ഞരമ്പ്, മാംസം വന്ന് അവയുടെ മേൽ തൊക്കുകൊണ്ട് പൊതിഞ്ഞു. പക്ഷെ ഇതെല്ലാം ഉണ്ട്, പക്ഷെ ശ്വാസമില്ല. അസ്ഥികളോട് പ്രവചിച്ചപ്പോ അസ്ഥികളുടെ അവസ്ഥ മാറി. അസ്ഥികൾ ഇപ്പോ മുമ്പ് ഡ്രൈ ബോൺസ് ആയിരുന്നു, ഇപ്പൊ ഡെഡ് ബോഡീസ് ആയി. പക്ഷെ കർത്താവ് പറയുക, ശ്വാസത്തോട് പ്രവചിക്കുക, കാറ്റിനോട് പ്രവചിക്കുക, കാറ്റിനോട് പ്രവചിക്കുക. ഇങ്ങനെയാണ് വചനം പറയുന്നത്. 9-ാം വാക്യം, അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കാം, കാറ്റിനോട് പ്രവചിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മള് വചനത്തിൽ കാണുന്ന ഇങ്ങനെയാണ്, അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ഉണങ്ങിയ അസ്ഥികൾ കടന്ന സ്ഥലം ഇപ്പോൾ സൈന്യം നിൽക്കുന്ന താഴ്വരയായിട്ട് മാറി. എങ്ങനെയാണെന്നറിയാമോ? പ്രവാചകന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങളുടെ നാവിന്റെ അധികാരം, നിങ്ങളുടെ വാക്കുകളുടെ അധികാരത്തെ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരികയില്ല. യുവർ വേർഡ്സ് ആർ പവർഫുൾ. നിങ്ങൾ കർത്താവിന്റെ വചനത്തെ വിശ്വസിച്ചുകൊണ്ടാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് കർത്താവിൽ ഉറപ്പുണ്ടോ? ദൈവം എന്നോട് പറഞ്ഞ വാക്കിനെ നിവർത്തിപ്പാൻ ദൈവശക്തനാണ് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ഞാൻ പറയട്ടെ, നിങ്ങളുടെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കണം. നിങ്ങളുടെ ബലം, നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ കർത്താവിന് സാധിക്കും. God is able. God is able. God is able. കർത്താവ് ശക്തനാണ്. പക്ഷേ നിങ്ങൾ പറയാത്തിടത്തോളം ആ ശക്തി അവിടെ വെളിപ്പെടുകയില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമ്മൾ പലപ്പോഴും ദൈവവചനം എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പറയുന്ന സ്റ്റേജിൽ നിന്ന് ആരെങ്കിലും പറയുന്ന വാക്കുകൾ, പാസ്റ്റർ പ്രവചിക്കുന്ന, അച്ഛൻ പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ തിരുമേനി പ്രസംഗിക്കുന്നത്, ബ്രദർമാര് പ്രസംഗിക്കുന്നത്, നിശ്ചയമായിട്ടും അതൊക്കെ ദൈവവചനം തന്നെയാണ്. അവര് ദൈവവചനത്തിൽ നമ്മളെ ഉറപ്പിക്കാനൊക്കെ കർത്താവ് തന്നിരിക്കുന്ന, കർത്താവ് അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുന്ന ആളുകൾ നിശ്ചയമായിട്ടും. പക്ഷെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവവചനം എന്ന് പറയുന്നത് ആ കേട്ടതിനോട് ചിലപ്പോൾ സാമ്യമായ ഒന്നും ആയിരിക്കത്തില്ല. പക്ഷെ നിങ്ങൾ ആ കേട്ട വചനത്തോട് ചേർന്ന് അതിനുള്ള ഉറപ്പോടുകൂടെ നിങ്ങളുടെ സാഹചര്യങ്ങളോട് നിങ്ങളൊന്ന് പ്രവചിക്കാം. നിങ്ങളുടെ ചുറ്റുപാടുകളോട് നിങ്ങളൊന്ന് പ്രവചിക്കാം. നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ കർത്താവ്, നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ കർത്താവ്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഭയമായിരിക്കും തോന്നുന്നത്, നിരാശ തോന്നിയേക്കാം. പക്ഷെ ആ നിരാശ നിങ്ങൾ പറയരുത്, നിങ്ങൾ വിശ്വസിക്കുന്നതിനെ പറയോ. നിങ്ങളോട് നാട്ടുകാർ പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കും, നീ നന്നാകത്തില്ല, ജയിക്കത്തില്ല, നന്നാകത്തില്ല, ഗതി പിടിക്കത്തില്ല, ഗുണം പിടിക്കത്തില്ല, പല രീതിയിൽ ആളുകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് ഏറ്റുപറയാനായിട്ട് വിളിക്കപ്പെട്ടവരല്ല നിങ്ങൾ. അത് ഏറ്റുപറയാനായിട്ട് വിളിക്കപ്പെട്ടവർ അല്ല നിങ്ങൾ.
നിങ്ങളുടെ മേലൊരു വിളി കിടപ്പുണ്ട്. അതേറ്റു പറയാൻ വിളിക്കപ്പെട്ടവരാ നിങ്ങൾ. സാഹചര്യങ്ങൾ എന്തുമാവട്ടെ, ചുറ്റുപാടുകൾ എന്തുമാവട്ടെ, ആ ചുറ്റുപാടുകൾക്കൊത്തവണ്ണം ഇഴുകിച്ചേർന്ന് പോകാൻ വിളിക്കപ്പെട്ടവരല്ല നിങ്ങൾ. അതിനതീതമായൊരു വിളി നിങ്ങളുടെ മേൽ കിടപ്പുണ്ട്. അതിനതീതമായൊരു നിയോഗം നിങ്ങളുടെ മേൽ കിടപ്പുണ്ട്. അത് നിങ്ങൾ മറക്കരുത്, ഒരിക്കലും മറക്കരുത്. പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ടവരുടെ, ദൈവവചനത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്. ആ പ്രവാചകൻ പറഞ്ഞതുപോലെ ആമേൻ, അസ്ഥികൾക്ക് മാംസവും ഞരമ്പുകളും ത്വക്ക് വെച്ച് പിടിപ്പിച്ചു. അവ എഴുന്നേറ്റ് നിവർന്നു. അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, യഹോവയായ ദൈവമല്ല അസ്ഥികളോട് കൽപ്പിച്ചത്. യഹോവയായ ദൈവമല്ല കാറ്റിനോട് കൽപ്പിച്ചത്. കാറ്റിനോട് കൽപ്പിച്ചതും അസ്ഥികളോട് കൽപ്പിച്ചതും പ്രവാചകനാണ്. എന്നാൽ പ്രവാചകനോട് കൽപ്പിച്ചത് ദൈവം. ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളോട് ദൈവം കൽപ്പിക്കുകയാണ്. നിങ്ങളുടെ സാഹചര്യങ്ങളോട് നിങ്ങൾ കൽപ്പിക്കണം. നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ കൽപ്പിക്കണം. നിങ്ങളുടെ അവസ്ഥകളോട് നിങ്ങൾ കൽപ്പിക്കണം. യുവർ പവർ, യുവർ വേർഡ്സ് ആർ പവർഫുൾ. യുവർ വേർഡ്സ് ആർ പവർഫുൾ. നിങ്ങളുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അധികാരമുള്ളതാണ്. നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ശക്തിമത്താണ്. സാഹചര്യങ്ങളെ മാറ്റുവാൻ പവറുള്ളതാണ് നിങ്ങളുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ. സാഹചര്യം എന്തുമാകട്ടെ, എത്ര പ്രതികൂലം നിറഞ്ഞതായിക്കോട്ടെ, ആത്മാവിന്റെ അഭിഷേകം നിങ്ങളിൽ വെളിപ്പെടുമ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറിയിരിക്കും. ഒരു ഡൗട്ടും ആ കാര്യത്തിൽ കണ്ട, ഒരു സംശയം ആ കാര്യത്തിൽ കണ്ട. ആമേൻ. ഒരു സംശയവും ആ കാര്യത്തിൽ കണ്ട. ആമേൻ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. നിങ്ങളിൽ കർത്താവ് ഒരു വലിയ പ്രവൃത്തി ആരംഭിച്ചിരിക്കുക. അതിനെ നിവർത്തിക്കാൻ അവൻ ശക്തനാണ്. അവന്റെ നാളോളം അവനതിനെ തികയ്ക്കും. നിങ്ങൾ വീണുപോകാൻ വിളിക്കപ്പെട്ടവരല്ല, തകരാൻ വിളിക്കപ്പെട്ടവർ. Your calling is unique. Your calling is so unique. നിങ്ങളുടെ വിളി അസാധാരണമായ വിളി. തളരരുത്, പതറരുത്. നിങ്ങളോട് കർത്താവ് പറഞ്ഞത് സംഭവിച്ചിരിക്കും. പക്ഷെ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിങ്ങൾ അടിമപ്പെട്ടു പോകാതെ നിങ്ങളുടെ സാഹചര്യങ്ങളോട് ദൈവവചനം പ്രവചിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നിങ്ങൾ പറയുമ്പോൾ അത് സംഭവിച്ചിരിക്കും. അതെ, ചിന്തിച്ചു നോക്കിക്കേ. പ്രവാചകൻ പറഞ്ഞതുപോലെ പോയി നിന്നത് അസ്ഥികൾ നിറഞ്ഞ താഴ്വാരത്തിലാണ്. പിന്നെ പ്രവാചകൻ നിൽക്കുന്നത് സൈന്യം നിറഞ്ഞ താഴ്വരയിൽ. ഇത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് സിംബോളിക്കലായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കിക്കേ. അത് നിങ്ങളിലും സാധ്യമാണ്. ആത്മാവിന്റെ നിയോഗത്താൽ എന്ന് പറയുമ്പോൾ, ആത്മാവിന്റെ നിയോഗം എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രത്യേക അനുഭൂതിയിലേക്കൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഇത് യേശുവിന്റെ വചനത്തിൽ, കർത്താവിന്റെ വചനത്തിൽ ഉറപ്പുള്ളവരായിട്ട് നിങ്ങൾ പറയുക, അത്രേ ഉള്ളൂ. നമുക്ക് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലെ 17-ാം അധ്യായത്തില് നമുക്കറിയാം, ഏലിയാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയൊന്നും പെയ്യത്തില്ല. മഞ്ഞും മഴയെല്ലാം നിന്നു. ആ കാലത്ത് കർത്താവ് പ്രവാചകനോട് ഒരു കെരീത്ത് തോട്ടിപ്പോ ഒളിച്ചിരിക്കാൻ പറഞ്ഞു. അവൻ പോയി അവിടെ ഒളിച്ചിരുന്നു. അവിടെ ആയിരുന്നു അത്രയും കാലവും. കാക്കയെ അയച്ച് ദൈവം പ്രവാചകന് ഭക്ഷണം കൊടുത്തു. പക്ഷെ തോട്ടിലെ വെള്ളം പറ്റിയപ്പോ കർത്താവ്, ഞാൻ സാരഫാത്തിലൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്, നീ അങ്ങോട്ട് പോകാം. പ്രവാചകൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോ എങ്ങനെ ആളെ കണ്ടുപിടിക്കുക? കാരണം വളരെ വലിയ ക്ഷാമം നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എങ്ങനെ ആളെ കണ്ടുപിടിക്കുക? അവിടെ നോക്കിയപ്പോ ഒരു സ്ത്രീ വിറക് പിറക്കുന്ന കാണാം. അപ്പൊ മനസ്സിലായി ഇവരുടെ വീട്ടിൽ എന്തോ ഉണ്ട്, അതുകൊണ്ടാണ് വിറക് പിറക്കുന്നത്. അപ്പൊ പ്രവാചകൻ അങ്ങോട്ട് ചെന്നു. അവളോട് ചോദിച്ചൊരു കാര്യമായി, എനിക്കൊരു കുടിപ്പാൻ വെള്ളം തരാം. വെള്ളം എടുക്കാനായിട്ട് പോയ വഴിക്ക് ചോദിച്ചൊരു കാര്യം, അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവൻ അവനോട് വിളിച്ചു പറഞ്ഞു. അപ്പൊ പ്രവാചകന്റെ വാക്ക് കേട്ട ഉടനെ ഈ വിധവയായ സ്ത്രീ പറഞ്ഞൊരു കാര്യം ഇതാ, യജമാനനെ, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണ മാത്രവും, എനിക്ക് ഒരു അപ്പവുമില്ല. ഞാൻ ഇതാ 2 വിറക് പിറക്കുന്നു. ഇപ്പൊ പ്രവാചകനോട് ഈ വിധവയായ സ്ത്രീയുടെ പ്രതികരണം ഇതാ, എന്റെ കയ്യിൽ കുറച്ച് മാവും കുറച്ച് എണ്ണയേ ഉള്ളൂ,
അല്ലാതെ എൻ്റെ കയ്യിൽ വേറെ അപ്പമൊന്നുമില്ല. അപ്പോൾ അവൾ ചേർത്ത് പറയുന്ന ഒരു കാര്യമാണ്, അത് കഴിച്ചിട്ട് ഞാനും എൻ്റെ മകനും മരിക്കാണ്ടിരിക്കുക. അതിനോട് ചേർന്ന് പ്രവാചകൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഒക്കെ ശരിയാ. പക്ഷെ 13-ാം വാക്യം, ഏലിയാവ് അവളോട് ഭയപ്പെടേണ്ട, ചെന്ന് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. എന്നാൽ നീ പറഞ്ഞ പോലെ ചെയ്തു, കുഴപ്പമില്ല. എന്നാൽ എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കിക്കൊണ്ട് വരിക, പിന്നെ നീയും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. പ്രവാചകൻ പറഞ്ഞൊരു കാര്യമാണ്, നീ പറഞ്ഞ പോലെ ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ ആദ്യം നീ എനിക്കൊരു അട ഉണ്ടാക്കിക്കൊള്ളു, ഒരു അട ഉണ്ടാക്കിക്കൊള്ളു. 14-ാം വാക്യം, യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിലെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ എവിടെ വെച്ച ദൈവം പ്രവാചകനോട് പറഞ്ഞില്ല. ഇത് പ്രവാചകൻ പറയുകയാണ്, ഇത് ദൈവ ശബ്ദമായിട്ട് ഞാൻ പറയുക. ഇവിടെ ഒരു അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. 16-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. എങ്ങനെ? പ്രവാചകൻ പറഞ്ഞ വാക്ക് പോലെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്ന വാക്കുകൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വാക്കുകളായി മാറുന്നത് എപ്പോഴാണെന്നറിയാമോ? നിങ്ങൾ എപ്പോഴാണോ ദൈവത്തെ വിശ്വസിക്കുന്നത്, എപ്പോഴാണോ നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാനായിട്ടുള്ള ശക്തിയുണ്ട്. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന സാഹചര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് നാളുകളെ പോക്കാതെ ദൈവം നിങ്ങളോട് പറഞ്ഞ വാക്കുകളെ നിങ്ങൾ പറയണം. നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ ചുറ്റുപാടുകൾ രൂപാന്തരപ്പെടും. നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറി മറിയും. നിങ്ങൾ പറയുന്നത് പോലെ ആമേൻ നിങ്ങളുടെ ജീവിതം പണിയപ്പെടും. നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ കർത്താവിന്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവനെ അനുസരിച്ചാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് സംഭവിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യഹോവയായ ദൈവം ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്തതുപോലെ, അതെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിന് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചിലത് പറയാനുണ്ട്, നിങ്ങളോട് ചിലത് പറയാനുണ്ട്, നിങ്ങളുടെ വിഷയങ്ങളോട്, നിങ്ങളുടെ സമ്പത്തിനോട്, നിങ്ങളുടെ ഭാവിയോട്, നിങ്ങളുടെ ശുശ്രൂഷയോട് കർത്താവിന് ചിലത് പറയാനുണ്ട്. പക്ഷേ അത് കർത്താവ് പറയുന്നത് നിങ്ങളുടെ നാവിൽ കൂടെ, നിങ്ങളുടെ നാവിലൂടെയാണ്. ഇന്ന് പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എത്രത്തോളം തീർന്നുപോയി എന്ന് ലോക സാഹചര്യങ്ങൾ വിധി എഴുതിയതായിക്കോട്ടെ, അവിടെ നിന്നോട് പറയാൻ പറ്റുമോ? നോ, എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ്, ആമേൻ, ഹല്ലേലൂയ, ഇതിനെ നിവർത്തിപ്പാൻ ദൈവം ശക്തനാ. സാഹചര്യങ്ങളെ മാറ്റാം ദൈവം ശക്തനാ. അവസ്ഥകളെ മാറ്റാം ദൈവം ശക്തനാ. വിളിച്ചു പറയാൻ പറ്റും, വിളിച്ചു പറയാൻ സാധിക്കും. ഹല്ലേലൂയ. നിങ്ങൾ തകരാൻ വിളിക്കപ്പെട്ടവരല്ല, നിങ്ങൾ ശൂന്യമാകാൻ വിളിക്കപ്പെട്ടവരല്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്തു വെച്ചിരിക്കുന്ന സകലതും നന്മയ്ക്കാക്കി തീർക്കുവാൻ അവന് പദ്ധതിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ആയിരിക്കുന്ന സകല സാഹചര്യം നന്മകളാക്കി തീർക്കാൻ അവന് പദ്ധതിയുണ്ട്. പക്ഷെ നിങ്ങളുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കിനു വേണ്ടി വെയിറ്റ് ചെയ്യുക കർത്താവ്. ഹല്ലേലൂയ, ആമേൻ. ചെങ്കടലിനെ വിഭാഗിക്കാനായിട്ട് ദൈവം റെഡിയാണ്. പക്ഷെ മോശ പറയണം. മരിച്ചു കിടക്കുന്ന തബിതയെ എഴുന്നേൽപ്പിക്കാൻ കർത്താവ് റെഡിയാണ്. പക്ഷെ പത്രോസ് തബിതയെ ഒന്ന് വിളിക്കണം. സുന്ദര ദേവാലയ ഗോപുരത്തിന്റെ വാതിക്കൽ ഇരിക്കുന്നവനെ സൗഖ്യമാക്കാൻ സ്വർഗം റെഡിയാണ്. പക്ഷെ കൈ പിടിച്ചൊന്ന് പറയാൻ ഒരു പത്രോസ് വേണം. ആമേൻ. യേശുക്രിസ്തുവിടെ വെളിപ്പെട്ടത്, അതെ, നിങ്ങളും ഞാനും ദൈവം വസിക്കുന്നവരാ. ദൈവം നിങ്ങളിൽ വസിക്കുന്നുവെന്ന് തിരിച്ചറിവോടുകൂടെ നിങ്ങൾ പ്രവർത്തിച്ചാൽ എങ്ങനെയായിരിക്കുമെന്നാണ് ക്രിസ്തുവിൽ വെളിപ്പെട്ടത്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ സാഹചര്യങ്ങളെ കണ്ട് മടുത്തും തളർന്നും നിരാശപ്പെട്ടും ജീവിതത്തെ ഓരോ നാളും പിറുപിറുത്തും ശപിച്ചും തള്ളി നീക്കാൻ വിളിക്കപ്പെട്ടവരല്ല നിങ്ങൾ. ധൈര്യത്തോടെ പറയാൻ പറ്റുമോ? ആമേൻ. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനായിട്ട് കർത്താവിന്റെ വചനം എന്റെ മേലുണ്ട്. കർത്താവിന്റെ അഭിഷേകം എന്റെ മേലുണ്ട്. കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ വസിക്കുന്നു.
യെസ്, പറയാൻ പറ്റുമോ? ഐ എം ഇൻ ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് ഈസ് ഇൻ മീ, വി ആർ വൺ. അതുകൊണ്ട് ഐ എം പെർഫെക്റ്റ് ഇൻ എവറിത്തിങ്. ഞാൻ സകലത്തിലും തികഞ്ഞവനായി. അവൻ ജീവിതത്തില്, കുടുംബത്തില്, ആരോഗ്യത്തില്, സമൃദ്ധിയില്, സമാധാനത്തില്, വിശുദ്ധിയില്, ദൈവകൃപയില്, ദൈവത്തെ അനുസരിക്കുന്നതില് ഞാൻ തികവുള്ളവനാണ്. യെസ്, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറ്റാൻ കർത്താവിന് കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവ്, ഞങ്ങളുടെ വാക്കുകൾക്ക് അസാധാരണമായ ശക്തി ഉണ്ടെന്നുള്ളത് ഞങ്ങളോട് സംസാരിച്ചൊരു കർത്താവെ. അപ്പൊ ആ ജീവിതത്തിനകത്ത് ഇതുവരെയും അവരെ തന്നെ ശപിച്ച്, അവരെ തന്നെ കർത്താവെ കുറ്റം പറഞ്ഞ് ജീവിതത്തിന്റെ നാളുകൾ നെടുവീർപ്പോടും കൈപ്പോടും കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ വചനത്താലുള്ള ധൈര്യവും അഭിഷേകവും ശക്തിയും ജീവനും അവരിലേക്ക് പുറപ്പെടട്ടെ, വെളിപ്പെടട്ടെ. ആ അവസ്ഥകൾ മാറട്ടെ, ഇപ്പോൾ അവരുടെ ബലഹീനതകൾ മാറട്ടെ, ശക്തി അവരുടെ മേൽ പകരപ്പെടട്ടെ. അവർ ആരോഗ്യത്തോടെ എഴുന്നേൽക്കട്ടെ, ജീവനോടെ എഴുന്നേൽക്കട്ടെ, ബലത്തോടെ എഴുന്നേൽക്കട്ടെ കർത്താവ്. അവരൊരു അനുഗ്രഹമായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ കർത്താവ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കർത്താവെ, അപ്പൊ ജീവിതത്തിനകത്ത് തൊടുന്നതെല്ലാം പരാജയമായി, കർത്താവെ, തളർന്നു പോയിരിക്കുന്നവരെ, ജീവിതത്തിൽ മടുത്തുപോയി, ഇനി എങ്ങനെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഭയത്തോടിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ കർത്താവെ. അവരാ ഭയപ്പെടുന്ന ചില അനർത്ഥങ്ങൾ, ഇത്രയും നാൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി, ഇനി എന്താണോ സംഭവിക്കാനിരിക്കുന്നതെന്ന്, സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഭയത്തോടിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിലൂടെ ഹൃദയത്തിൽ നിന്ന് ആ ഭയം പരിപൂർണമായി മാറിപ്പോകട്ടെ. ക്രിസ്തുയേശുവിലെ ധൈര്യവും സ്വസ്ഥതയും സമാധാനവും, അതെ, എനിക്ക് സകലതും നന്മയ്ക്കായി തീരുമെന്നുള്ള ഉറപ്പ് അവരുടെ അകത്ത് വെളിപ്പെടുമാറാകട്ടെ. അങ്ങനെ നാഥ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കൃപയിൽ സൂക്ഷിക്കണം. അത്ഭുതങ്ങളെ ചെയ്തതിനായിട്ട് എല്ലാ മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങളൊരു അനുഗ്രഹമാണ്, നിങ്ങളൊരു അനുഗ്രഹമാണ് എല്ലാ വിധത്തിലും. അതെ, ഹല്ലേലൂയ. അത് വിശ്വസിക്കണം. അത് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ നാവുകൊണ്ട് നിങ്ങളത് പറയണം, നിങ്ങളൊരു അനുഗ്രഹമാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, സത്യദൈവത്താൽ തന്നെ തന്നെ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഏശയ്യാവിന്റെ ദിവസം 65-ാം അധ്യായത്തിൽ അങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളെ തന്നെ അനുഗ്രഹിക്കുന്നവരായി തീരും. അതെ, വേറൊരാൾ അനുഗ്രഹിക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളെ തന്നെ അനുഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിശ്ചയമായിട്ടും ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുകയും, ഒപ്പം ഈ പ്രേക്ഷകർക്ക്, ഈ പ്രോഗ്രാമിൽ പ്രേക്ഷകർക്ക് ഒരു സൗജന്യമായി ഞങ്ങളൊരു പുസ്തകം അയക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ആ പുസ്തകം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും നിങ്ങൾ ദയവായി കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് ആ പുസ്തകം സൗജന്യമായി, തികച്ചും സൗജന്യമായി ലഭ്യമാണ്. സൗജന്യമാണെന്ന് പറയുമ്പോൾ തന്നെ, എന്നാൽ അത് ഏറ്റവും മൂല്യമായ, വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ദൈവവചനം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. നിശ്ചയമായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.